നമുക്കൊരു നൂഡിൽസ് ചെയ്ത് നോക്കാം കേട്ടോ. നൂഡിൽസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടല്ലോ നല്ല കാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചട്ടി. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് 0 കൊളസ്ട്രോൾ എണ്ണയാണ്. അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇത് നന്നായിട്ട് വേവണം കേട്ടോ. തക്കാളി നന്നായിട്ട് ഇറക്കി വേവിച്ചെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ ഇത് സാധാ നൂഡിൽസ് അല്ല, ഇതൊരു സൂപ്പി നൂഡിൽസാണ് കേട്ടോ. സൂപ്പ് നന്നായിട്ട് സൂപ്പായിട്ടാണ് ഇത് ഉണ്ടാവുക. വറ്റിച്ചിട്ടല്ല എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി മസാലപ്പൊടി മാത്രമാണ്, നൂഡിൽസിൻ്റെ മസാലപ്പൊടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നൂഡിൽസ് നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അത് വെന്ത് കിട്ടിയപ്പോൾ നമ്മൾ ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് നമുക്ക് കടിക്കാനൊക്കെ കിട്ടും. അതിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പൊടിയിൽ ഉപ്പുണ്ടാവും. നമ്മൾ ഈ ഒരു പച്ചക്കറിയിലേക്ക് വേണ്ടി മാത്രമുള്ള 2 തരി ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാബേജ് ഒരു 50% വേവായിട്ടുള്ളൂ. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത്. മസാലപ്പൊടി കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, നമ്മുടെ മസാലപ്പൊടിയൊക്കെ മിക്സാക്കി ഇനി നമ്മൾ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ച് എടുക്കുക കേട്ടോ. നമ്മുടെ നൂഡിൽസ് റെഡിയായി. ഇതാണ് നമ്മുടെ നൂഡിൽസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് കാണാം. കാബേജും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നല്ല ചൂടാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്ന